ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി കപ്പ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പ ബിരിയാണിയിൽ നമ്മളിടുന്നത് ബീഫാണ്. ബീഫ് ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം 1/2 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അത്രേ എടുത്തിട്ടുള്ളൂ. ഇവിടെ ആൾ കുറവായതുകൊണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ. 1/2 കിലോ ബീഫ് എടുത്തിരിക്കുന്നു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് ബീഫിനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്. ഇത് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി പോവാണ്. കുക്കറിനകത്തോട്ട് നമുക്ക് ഇട്ടെടുക്കാം. നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇറച്ചി മസാല ഉണ്ടാവും. ഞാൻ മേളത്തിൻ്റെ ഇറച്ചി മസാലയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, അധികം ഇടരുത്. കുറച്ചിട്ട് കൊടുത്തു. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ടു. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു കഷ്ണം നാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നു. ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വേവിക്കാം. ഒരു 6-7 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ബീഫ് കുക്കറിൽ നന്നായി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. നല്ല ഒരു ഗോൾഡൻ കളർ വരെ ഇത് നമ്മൾ വറുത്തെടുക്കണം. നമ്മൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറ് ആകുന്നവരെ നമ്മൾ വറുക്കണം. അതിനകത്ത് പൊടിയൊന്നും ചേർത്തിട്ടില്ല, തേങ്ങ മാത്രം. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ, അല്ലാതെ തന്നെ വറുത്തെടുത്താണ്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ചട്ടി എടുത്ത് നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് നന്നായി എണ്ണയിൽ നിന്ന് ചൂടാകണം. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചെറിയുള്ളി കഴിഞ്ഞിട്ടതും ഇട്ട് കൊടുക്കാം.
കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി, നമ്മുടെ വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് വരണം. എന്നാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പിലിട്ട് നമുക്ക് വേവിച്ച് വെച്ച ബീഫിനകത്ത് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ബീഫ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനകത്തോട്ട് അത് വെള്ളം കൂടി നല്ലോണം യോജിച്ചിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറവുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ നല്ലോണം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി ഒന്ന് വേവിക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കാം. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ റെഡിയാക്കാം. ഇതിനകത്തോട്ട് ഇടാനുള്ള കപ്പ നമുക്ക് റെഡിയാക്കാം. ഇത് 1/2 കിലോ ബീഫാണ്, ഞാൻ 3/4 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം. സാധനങ്ങൾ എടുക്കാം നമുക്ക്. ബീഫും കപ്പയും കുരുമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് വെന്തിട്ടുണ്ട്. മസാലകൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. തീ ഓഫ് ചെയ്യാം. ഇത് നമ്മൾ 3/4 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ചട്ടിക്കകത്തിട്ട് അടുപ്പ് വെച്ച് കത്തിച്ച് വേവിക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുക്കറിലിടുന്നത്. കട്ടിയിടാൻ ബുദ്ധിമുട്ട് അതിനകത്ത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുക്കറിലായതുകൊണ്ട് നമുക്ക് ഉപ്പിട്ട് വേവിക്കാം. അടുപ്പിലാണെങ്കിൽ നമ്മൾ വേവാനാകുമ്പോഴാണ് ഉപ്പിടുക. ഇത് നമുക്ക് അടച്ചു മൂടി വേവിച്ചെടുക്കാം. കപ്പയുടെ നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് കപ്പ നന്നായിട്ട് വെന്ത് വരണം. നല്ല എളുപ്പത്തിൽ വേവുന്ന കപ്പയാണ് നല്ലത്. ഇത് ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. മീനകത്തോട്ട് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇതാ വേവിച്ച് വെച്ച കപ്പയാണത്. ഇതാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇടിച്ച് യോജിപ്പിച്ച് കൊടുക്കാം.
ഇത് നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉടയ്ക്കുന്ന സാധനമില്ല, ഞാൻ തവി വെച്ചിട്ട് ഉടയ്ക്കുന്നത്. ഇത് ഉടയ്ക്കുമ്പോൾ ഇത് ചീഞ്ചട്ടിയൊരു ഭാഗത്തോട്ടാവുന്നു. ഓക്കെ, നമ്മൾ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി, നല്ല സ്മെല്ല്, നല്ല മണം, നല്ല കളറിലും വന്നിട്ടുണ്ട്. ഒരു കാര്യം വിട്ടുപോയി, ഞാൻ വറുത്ത് വെച്ച് തേങ്ങ അതിട്ട് കൊടുത്തിരുന്നു, അതെനിക്ക് കാണിക്കാൻ മറന്നുപോയി. പലരും ക്ഷമിക്ക്. ഓക്കെ, എല്ലാവരും കൂടി കപ്പ ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വിളമ്പി എടുത്തിട്ടുണ്ട്. നല്ല ഇതൊക്കെയാണെന്നുള്ളതെന്ന് അറിയില്ല നിങ്ങൾക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരാളത് വെള്ളം ഒഴിച്ച് കുടിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഞാൻ ആക്കിയിട്ട് നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.